ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു. പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും ലഭിച്ചാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ. പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് ഡോക്ടർമാർ ശരീരത്തിന് ദോഷമെന്ന് വന്നേക്കാവുന്ന ഒരു കാര്യങ്ങളും എവിടെയെങ്കിലും കണ്ട വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെയോ അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അതൊന്നും ഫോളോ ചെയ്യാൻ നിൽക്കരുത്. ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു കേട്ടത് മറ്റാരെങ്കിലും എഴുതി വിടുന്നതായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത്, ഫോളോ അപ്പ് ചെയ്യരുത്, ഉപയോഗിക്കരുത്. കാരണം അത്തരത്തിലാണ് നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, അതുപോലെ പല രോഗങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ സപ്പോർട്ടാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പണ്ടുള്ളവർ കഴിച്ചിട്ടുള്ള, പഴയ കാലത്തുള്ളവർ കഴിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയുന്ന വീമ്പിളക്കുന്നവരൊക്കെ പണ്ടുള്ള കാലഘട്ടത്തിലെ രീതിയിൽ ഇന്ന് ജീവിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് വീമ്പിളക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പറയാനുള്ളൂ.